ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 ദ എംപ്രസ് ഓഫ് ടാരോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷന് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തരുന്ന സന്ദേശം എന്താണെന്നാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആകുന്നതാണ്. അതുപോലെ ഇത് ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള റീഡിംഗ് അല്ല, അതായത് ഏത് ജെൻഡർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇത് കാണാവുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷനും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് എന്താണ് ഭഗവാന് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശമെന്ന് നോക്കാം. ഇവിടെ ഞാൻ കാർഡ്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാർഡ്സ് നോക്കുമ്പോൾ കൂടുതലായിട്ടും ഭഗവാൻ നിങ്ങളിലേക്ക് തരുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അതിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ കുറേ നാളുകളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇതിൽ കാണാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയിരിക്കാം, ഇമോഷണൽ വൈസ് ആയിരിക്കാം. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം നിങ്ങൾ ഉപേക്ഷിക്കാതെ അതിൽ തന്നെ തുടർന്നു കൊള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്ന ആദ്യ സന്ദേശം, നിങ്ങൾക്ക് തരുന്ന ആദ്യ സന്ദേശം എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ കരിയർ റിലേറ്റഡ്, ജോബ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ വളരെ നാൾ കൊണ്ട് പരിശ്രമിക്കുന്നു, നിങ്ങളുടെ ഒരു ഉയർച്ചയിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ഒരു ബന്ധങ്ങൾ നിലനിർത്തി പോകാനായിട്ടും അത് നല്ലൊരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും നിങ്ങൾ ഓരോ വെല്ലുവിളികളും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേരും മനസ്സ് മടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ദൈവം പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളിൽ അപാരമായ സ്ട്രെങ്ത്ത്, അപാരമായ പേഷ്യൻസ്, വിൽ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു വിൽ പവർ, ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിൽ കാത്തു സൂക്ഷിക്കൂ. നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. ആ കഴിവുകൾ നിങ്ങൾ പുറത്തെടുക്കൂ, ആ കഴിവുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യൂ. അതുവഴി നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഫിനാൻസ് വൈസ്, നിങ്ങളുടെ കരിയർ വൈസ്, എന്ത് തന്നെ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അവരിൽ നിന്ന്, നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബുള്ളിയിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ദൈവം തരുന്ന സന്ദേശം, നിങ്ങളുടെ തന്നെ മികച്ച ഒരു വേർഷനാക്കാൻ വേണ്ടി വരുന്ന ഈ ചലഞ്ചസ് നിങ്ങളത് ഏറ്റെടുക്കൂ, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യൂ. കാരണം ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ആ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങളിൽ അപാരമായ വിസ്ഡം, അറിവുണ്ട്, നിങ്ങൾക്കതുപോലെ അപാരമായ ശേഷി, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇന്നർ പവർ, നിങ്ങൾ മറ്റാരും ചിന്തിക്കാത്ത തലത്തിലും നിങ്ങൾക്ക് ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അതിനുള്ള ക്ഷമയും പേഷ്യൻസ് നിങ്ങളിലുണ്ട്. അതിനുള്ള ഇന്നർ പവർ, സ്ട്രെങ്ത്ത് ഒക്കെ നിങ്ങളിലുണ്ട്. അതുപോലെ ഒപ്പം തന്നെ ദൈവത്തിൻ്റെ വളരെയധികം അനുഗ്രഹം നിങ്ങളിൽ സദാസമയവും ചൊരിഞ്ഞ് ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ, സ്ട്രെങ്ത് കാർഡിൽ നിങ്ങൾക്ക് കാണാം ഒരു ലേഡി വളരെ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു സിംഹത്തെ മെരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് അത്രയും ഒരു കാടിൻ്റെ തന്നെ രാജാവായ സിംഹത്തിനെ മെരുക്കാൻ ശേഷിയുള്ള അത്രയും പവർ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുമെന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പലരും ഫിനാൻസ് വൈസ്
ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് സാമ്പത്തികപരമായി മെച്ചപ്പെടാൻ വേണ്ടി, അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരാൻ വേണ്ടിയും, അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളിലും അവർ ബുദ്ധിമുട്ടുന്നതായി കാണുന്നുണ്ട്. ആ ഒരു ജീവിതത്തിലേക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ഉയർന്ന ലെവലിലേക്ക് അവർ പോകാനായിട്ട്, ഉയരാനായിട്ട് അവർ പരിശ്രമിക്കേണ്ടതാണ് എന്ന് ദൈവം പറയുന്നു. കാരണം ഇവിടെ നിങ്ങളുടെ മുന്നിൽ 5 ഓഫ് പെൻറ്റക്കിൾസിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ അടുത്ത് തന്നെ പെൻറ്റക്കിൾ എനർജി, നിങ്ങൾക്ക് മണി മേക്കിംഗ് എനർജി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കഴിവ് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനും അല്ലെങ്കിൽ സാമ്പത്തിക വരുമാന മാർഗങ്ങളും നിങ്ങളുടെ ചുറ്റിനും തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിലേക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുന്നില്ല. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ആ കാര്യങ്ങൾ കണ്ട്, ആ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന് അതിൽ മുഴുകി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, എസ്പെഷ്യലി നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ തന്നെ മുഴുകിയിരിക്കാതെ, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ വിഷമങ്ങളിൽ, ആകുലതകളിൽ പെട്ടിരിക്കാതെ, അതിനോടൊപ്പം നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആകാൻ പറയുന്നുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, പ്രാർത്ഥനകൾ, പ്രേയേഴ്സ്, ദിവസവും റുട്ടീൻസ്, നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിൽ മാറ്റം വരുത്തുക, ദിനചര്യകളിൽ മാറ്റം വരുത്തുക, പ്രേയർ, പ്രാർത്ഥന, അതുപോലെ മറ്റ് കാര്യങ്ങൾ, യോഗ, മെഡിറ്റേഷൻ, അഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരങ്ങൾ നിങ്ങൾ ചോദിക്കാനായിട്ട്, നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ ലാക്ക് ഓഫ് മൈൻഡ്, നിങ്ങളുടെ ആ ഒരു ഈഗോ മൈൻഡ് മാറ്റി വയ്ക്കാനായിട്ടും ദൈവം പറയുന്നുണ്ട്. ഭഗവാൻ ശ്രേഷ്ഠൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ആ ഒരു ഈഗോ മൈൻഡ് മാറ്റി വയ്ക്കുക, നിങ്ങൾ സഹായം ചോദിക്കുക. നിങ്ങളിൽ പലരും മറ്റുള്ളവരോട് ഞാൻ സഹായം ചോദിച്ചാൽ അയ്യോ എന്നെ അവർ സഹായിക്കുമോ, അല്ലെങ്കിൽ ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ മോശമാവില്ലേ, അതല്ലെങ്കിൽ അവർ പരിഹസിക്കുമോ, അവർ നിരസിക്കുമോ എന്നുള്ള ആകുലതകളൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ മുന്നോട്ട് എവിടെയും എത്തപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് ആകുലതകളോടുകൂടി തന്നെ നടന്നു പോവുകയാണ് അല്ലേ. അപ്പം ദൈവം പറയുന്നത്, നിങ്ങൾ ആ ആകുലതകൾ മാറ്റിവെച്ച് നിങ്ങളുടെ ചുറ്റിനും, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ 5 ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കുള്ള സഹായം ഉണ്ട്. നിങ്ങൾക്കുള്ള ധനപരമായിട്ട്, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായിക്കാനുള്ള ആളുണ്ട്. ആ സഹായം നിങ്ങൾക്ക് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ ഇടയിലൊരു വളരെ യോജിപ്പും വളരെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ജീവിതത്തിലേക്കുമൊക്കെ നിങ്ങൾക്ക് കടക്കാനുള്ള അവസരങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ആ ഒരു കാര്യം, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുക. നമ്മൾ പറയാറുണ്ട്, ഒരു വാതിൽ കൊട്ടിയടച്ചാൽ 1000 വാതിൽ നമ്മൾക്ക് വേണ്ടി തുറക്കും അല്ലേ. അപ്പോൾ ദൈവം അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ ആകുലതകൾ മാറ്റിവെച്ച് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഓർക്കുക. നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങളിൽ ദൈവത്തോട് നന്ദി പറയുക, ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുക. പിന്നെ മറ്റുള്ളവരോട് നിങ്ങളുടെ ഈഗോ മൈൻഡ്, ലാക്ക് ഓഫ് മൈൻഡ് മാറ്റിവെച്ച് ഞാൻ എന്നും സമ്പന്നതയിൽ കഴിയും എന്നുള്ള ഒരു മൈൻഡിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ ഒരു ദാരിദ്ര്യ മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാറ്റി വയ്ക്കാനായിട്ടാണ് ദൈവം പറയുന്നത്. അപ്പോൾ ആ ഒരു ഈഗോ, ആ ലാക്ക് ഓഫ് മൈൻഡ് മാറ്റി വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്കും മറ്റുള്ളവരുടെ ഹെൽപ്പ് കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് പോകാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് ദൈവം തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടും ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അതായത് കൂടുതലും നിങ്ങൾ കരിയർ വൈസ്, നിങ്ങളൊരു ജോലി, ഒന്നിലേറെ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യണം, ഏത് ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രപ്പോസൽസ്, റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ വിവാഹം അല്ലെങ്കിൽ ലവ് അഫെയർസ്, അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വൈസ്
നിങ്ങളുടെ ലൈഫിലേക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ ജോബ് വൈസ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് ഒന്നിലധികം അവസരങ്ങൾ, ഓഫേഴ്സ് എത്തിയിരിക്കുന്നു. പക്ഷേ അതിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഏത് തന്നെ ചൂസ് ചെയ്താലും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന നിലവിൽ നിങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്നും ഒരു പടിയേക്കാൾ ഉപരി ഏറ്റവും മികച്ച ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരമാണ് ഈ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ദൈവം നിങ്ങളോട് പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അപ്പോൾ എന്തു തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്കതിൽ പ്രോസ്പെറിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് ചൂസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ആ ഒരു തിരഞ്ഞെടുപ്പ്, കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഏത് വേണം എന്നുള്ളത് വ്യക്തതയോടെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ മറച്ചു നിൽക്കുന്നത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര. ഈ ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ നിൽക്കുന്ന നിങ്ങളുടെ തേർഡ് ഐ ചക്ര വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിളായി നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളോട് ദൈവം പറയുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. തേർഡ് ഐ ചക്ര മ്യൂസിക് കേൾക്കൂ, തേർഡ് ഐ ചക്ര മെഡിറ്റേഷൻ ചെയ്യൂ. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ച് ധ്യാനത്തിലിരുന്ന് നിങ്ങളുടെ തേർഡ് ഐ ഇരുപുരികങ്ങൾക്കും സെൻറ്ററിലേക്ക് നിങ്ങൾ മൈൻഡിനെ കൊണ്ടുവരും. അതിൽ ശ്രദ്ധിച്ച് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ സോളിഡായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനൊക്കും. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ എല്ലാ പ്രോസ്പെറിറ്റിയും അബണ്ടൻസിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ സ്ട്രഗിൾസിനും ഇവിടെ ഒരു എൻഡ് വരികയാണ്, ഇവിടെ ഒരു അവസാനം വരികയാണ്. അത് കാണിക്കുന്നതാണ് ഈ ഡെത്ത് കാർഡ്. നിങ്ങൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഒരുപാട് നാൾ പരിശ്രമിച്ചു, അതൊന്നും വർക്കാകുന്നില്ല എന്ന് തോന്നി, പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങൾ ആ ഒരു പരിശ്രമം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ ദൈവം ആദ്യമേ തന്നെ പറയുന്നുണ്ട് 7 ഓഫ് വോൺസ് വന്നതിലൂടെ. അപ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്തുമൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും ഫോക്കസ് ചെയ്യാതെ, അതിലേക്കൊന്നും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണോ അതിൽ 100% നിങ്ങൾ ആ ഒരു 100% ഫോക്കസും അങ്ങോട്ട് കൊടുത്ത് ആ രീതിയിൽ പ്രവർത്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വരുന്നതാണ് ഈ ഡെത്ത് കാർഡ്. ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ആ ഒരു ഏറ്റവും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ വിഷമതകളും ആകുലതകളും അവസാനിക്കുകയാണ്. ആ അവസാനിച്ച് അത് ചെല്ലുന്നത് വേൾഡ് കാർഡ്. അതായത് നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഭാഗം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് നിങ്ങൾ പോവുകയാണ്. അവിടെ നിങ്ങൾ ദൈവികമായിട്ടും നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ്, നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ ഗുരുനാഥന്മാർ, നിങ്ങളുടെ ഗുരുപരമ്പരകളുടെ പൂർവികരുടെ ഡിവൈൻ ഗോഡസിൻ്റെ ഏഞ്ചൽസിൻ്റെ ഒക്കെ നിങ്ങളിലേക്ക് അവരുടെയൊക്കെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരികയാണ്. അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും നാളും എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്തിട്ടുള്ളത്, അതിലിതുവരെ സക്സസ് ലഭിച്ചിട്ടില്ലെങ്കിൽ, അതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും ജോബ് വൈസ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും, എന്തിനു വേണ്ടിയാണോ ഇത്രയും നാൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പരിശ്രമിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിന് വളരെ അത്ഭുതകരമായ രീതിയിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ സക്സസ്ഫുൾ ആവുകയാണ്. വിജയകരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവുകയാണ്. പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിപൂർണ അനുഗ്രഹമുണ്ട്. അതുപോലെ ഇവിടെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഒരു പക്ഷേ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിദേശ യാത്രകൾ ചെയ്യാനിരിക്കുന്ന വ്യക്തികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല അവസരങ്ങളും വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം, ഫെയിം, നിങ്ങളുടെ പേര്, സൽകീർത്തി ഉണ്ടാകാൻ പോകുന്നു. ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകത്ത് നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, ഈ ലോകത്തെ പല ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ
വർക്ക്, നിങ്ങൾ ചെയ്യുന്ന മേഖല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളെന്ന വ്യക്തിയെ മറ്റുള്ളവർ തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ള കാര്യവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നത് നിങ്ങളുടെ വർക്ക്, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നാണ്. അപ്പോൾ ഇവിടെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരികയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. 6 ഓഫ് കപ്സിനകത്ത് ഒരു കപ്പ് ഫുൾ ഫ്ലവേഴ്സ് വരികയാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് വരികയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ സ്കോളർഷിപ്പ്, അവാർഡ്സ്, റെക്കഗ്നിഷൻ ഒക്കെ ലഭിക്കുകയാണ്. പിന്നെ അതുപോലെ റിലേഷൻഷിപ്പ് വൈസിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഇളയ ആൾക്കാരും അവരുമായിട്ടൊക്കെ കൂടുതൽ നല്ല റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫിൽ നിന്നും പാസ്റ്റ് ലൈഫിലേക്ക് പുറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും അവർ വഴി നിങ്ങൾക്ക് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും ഇമോഷണൽ ഹാപ്പിനെസ് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ആൾക്കാരെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെയുള്ള മനുഷ്യരാണ്. അപ്പോൾ വലിയ ആഗ്രഹങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അത് നിങ്ങളുടെ ഉള്ളിൽ വെച്ചേക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ വാങ്ങിക്കുക, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കുക. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഇമോഷണലി ബാലൻസ്ഡായി നല്ലൊരു നിലയിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസലൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ 8 ഓഫ് വാൻസ് പറയുന്നു നിങ്ങളിലേക്ക് ആ പ്രപ്പോസൽ അല്ലെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ വരുന്നു. പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പെട്ടെന്ന് തന്നെ വരുന്നു. അതുപോലെ ട്രാവലിംഗ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ട്രാവലിംഗ് നടക്കുന്നു. ആൻഡ് 10 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ ഓഫ് ഇമോഷണൽ ഹാപ്പിനെസ്സും സക്സസ്സും അബൻഡൻസും ലഭിക്കുന്ന, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ലൈഫ് വരുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫ് ഏറ്റവും മികച്ചതാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്നുമൊക്കെ ഇൻഹെറിറ്റൻസ്, സ്വത്ത് വകകളൊക്കെ ലഭിക്കാനും മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കാനും ഒക്കെ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. ഓക്കെ ഡിയേഴ്സ്, അപ്പം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.